വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത കുറച്ച് വീഡിയോസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ LP-UP തിരുവനന്തപുരം ഇൻ്റർവ്യൂവിന് ഇടയിൽ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പങ്കുവച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. എല്ലാ ചോദ്യങ്ങളുമില്ല, നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ചോദ്യങ്ങളും ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഏവർക്കും PC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു റിപ്പീറ്റഡ് ചോദ്യം എന്ന് പറയുന്നത് അധ്യാപനത്തെക്കുറിച്ചാണ്. അധ്യാപകൻ്റെ റോൾ എന്താണ് എന്ന ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് 3-4 വട്ടം കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്. ബാലകൃഷ്ണൻ സാറിൻ്റെ ബുക്കിനെ ബേസ് ചെയ്ത ആദ്യത്തെ വീഡിയോസിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എടുത്താൽ കാണാം. അതിൽ വളരെ വിശദമായി അധ്യാപകൻ്റെ റോൾ എന്താണെന്നും അതുപോലെ ടീച്ചർ ജോലി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ കാരണം എന്താണെന്നും ഒരു നല്ല ടീച്ചർ, ഒരു ഗുഡ് ടീച്ചർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ അധ്യാപികയാവാൻ നിങ്ങൾക്ക് ചെറുപ്പത്തിലെ താല്പര്യമുണ്ടായിരുന്നു, നിങ്ങളുടെ താല്പര്യം എപ്പോഴാണ് വളർന്നു വന്നത്, എന്താണ് അതിൻ്റെ പിന്നിലെ റീസൺ എന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ 3-4 വീഡിയോസിലായിട്ട് വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം, ഈ 5-6 ചോദ്യങ്ങൾ ഇതിനെ തന്നെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയെല്ലാം ഉത്തരം പറയാം, ഇങ്ങനെയെല്ലാം ഉത്തരം പറയരുത് എന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. വളരെ വലിയ ലോങ് വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ വീഡിയോസ് കേട്ടിട്ടില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. മറ്റു ചോദ്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ നിന്ന് റിപ്പീറ്റ് വന്ന 2-3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിനെപ്പറ്റിയാണ് തുടർന്ന് പറയുന്നത്. ആദ്യത്തേത് SCRT-യുടെ ഫുൾ ഫോമാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് SCRT-യുടെ ഫുൾ ഫോം. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് LP ഗ്രേഡ് സ്കെയിൽ ഏതെന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 9, അതുപോലെ 5, ഇങ്ങനെ 2 ഗ്രേഡ് സ്കെയിലുകളുണ്ട്. നമ്മൾ LP ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നത് 5 ഗ്രേഡ് സ്കെയിലാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ഓഫീസുകളുണ്ട്, എത്ര ഉപജില്ലകളുണ്ട് എന്നെല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ ഓഫീസുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. 41 വിദ്യാഭ്യാസ ഓഫീസുകളാണുള്ളത്. AEO, DEO, DD ഇവയുടെ ഫുൾ ഫോം ഇതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. AEO എന്നത് അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്നതാണ്. DEO ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. DD ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ DD. DEO ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. AEO അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. മറ്റൊരു പ്രധാന ചോദ്യം, ലാസ്റ്റ് നമ്മൾ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വ്യക്തികൾ, അന്തരിച്ച വ്യക്തികൾ, കറണ്ട് അഫെയർ ടോപ്പിക്സ് ഏതാണ് എന്നെല്ലാം നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ് നോക്കി പോകേണ്ട ടോപ്പിക്സ് ഏതെല്ലാമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഉൾപ്പെട്ട 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, അടുത്തിടെ അന്തരിച്ച നോവലിസ്റ്റ് MT സാറ്. അതുപോലെ തന്നെ MTയുടെ നോവലുകൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. MTയുടെ നോവലുകൾ നമ്മൾ എന്തായാലും പഠിച്ചു പോകണം എന്നുള്ളത്. 2-ാം അതുപോലെ തന്നെ 4 അദ്ദേഹത്തിൻ്റെ മഞ്ഞ്, അങ്ങനെ ഒരു 5 നോവലിൻ്റെ പേരെങ്കിലും. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഥകൾ, നിൻ്റെ ഓർമ്മയ്ക്ക്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കുറച്ച് കഥകൾ. ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് റീഡിങ്ങൊക്കെ ഹോബീസായിട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞു പോവുക. മറ്റൊരു പ്രധാന റിപ്പീറ്റഡായിട്ട് നമ്മുടെ 2-3 വട്ടത്തോളം എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് ബാല എന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും ഈ തിരുവനന്തപുരം ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ്. ബാല എന്നത് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നതാണ്. അതായത് നമ്മുടെ ബിൽഡിങ്ങിനെ, സ്കൂൾ കെട്ടിടത്തെ തന്നെ ഒരു പഠനോപകരണമായി കാണുക എന്നൊരു ഐഡിയ ആണ് ഇതിൽ പറയുന്നത്. ഇതെല്ലാമാണ് എൻ്റെ ഫ്രണ്ട്സ് പങ്കുവച്ച ചോദ്യങ്ങളിൽ നിന്ന് അവർ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത വീഡിയോസിൽ നിന്നും അവർക്ക് ഉത്തരം പറയാൻ ഹെൽപ്പ് ചെയ്തു എന്നെല്ലാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായി
ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ച് പോവുക. നമ്മുടെ വീഡിയോസിൽ നിന്നോ അതല്ല മറ്റേതെങ്കിലും മാർഗ്ഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ലഭിക്കുമെങ്കിൽ അങ്ങനെയായാലും നിങ്ങളിത് പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം തീർച്ചയായും റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്ത് അതിൽ ചോദിച്ച ചോദ്യങ്ങൾ, നമ്മുടെ കൂട്ടുകാർ പങ്കുവച്ച അനുഭവങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. തുടർന്നും അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതിനനുസരിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.